ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്യൂട്ടി ടിപ്സ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പല്ല് എങ്ങനെ തേച്ച് വെളുപ്പിക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. അതിനായി നമ്മൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് വിറകാണ്. വിറക് പോയി നിങ്ങൾ കത്തിക്കുമ്പോൾ അത് ചാരമായി തീരും, അല്ലെങ്കിൽ കരിയായി തീരും. ആ കരി വെച്ചിട്ടാണ് നമ്മളിന്ന് പല്ല് വെളുപ്പിക്കാൻ പോകുന്നത് ഗായ്സ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പല്ല് തേപ്പും നിങ്ങളുടെ പല്ല് തേപ്പും തമ്മിൽ എന്തെങ്കിലും സമയം തോന്നിയോ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നോട്ട് ദിസ് വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ഓൺലി. തീർന്നിട്ടില്ല, കൊണ്ടുവാ. എന്റെ ഈശ്വര ഒരാഴ്ച കൂടെ ഉപയോഗിക്കാനാണ്. പിന്നെ ടേസ്റ്റ് വേണ്ടപ്പോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം. ഇത്രയും ഉണ്ടായി, വേസ്റ്റ് ആക്കി പോയനല്ലേ. ഇത് കളയണ്ട, നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുലുക്കാം, എന്നിട്ട് പദപദം വരും, എന്നിട്ട് ഒരാഴ്ച കൂടെ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് 2 മാസം കൂടെ ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റ് ആണല്ലോ. ഇത് ഏതാ ഈ പേസ്റ്റ്? ഇത് ഇവിടെ എപ്പം വാങ്ങിച്ചു? ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മേ, ഇത് തിന്നാനുള്ള സാധനമല്ല. ഞാനേ കൈ കൊണ്ട് വെച്ചാ മോളെ, അല്ല ടേസ്റ്റ് ചെയ്തതൊന്നുമല്ല. തുടങ്ങി ഞാൻ നാളെ വൈകുന്നേരം പോകും. ശരി, ഓക്കെ. നാളെ വൈകുന്നേരം ഞാൻ പോകും. നാളെ ചേട്ടാ, ഇതിലേതാ എൻ്റെ ബ്രഷ്? രണ്ട് ഒരുപോലെ ഇരിക്കുന്നല്ലോ. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇതാണ്, ഇതെടുക്കാം. ഇതിനകത്താണല്ലോ ഞാൻ ഇട്ട് വെച്ചിരുന്നത്. മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചായിടത്. അച്ചായുടെ ബ്രഷ് മനസ്സിലാവാൻ ഞാനൊരു നീലമഷി പെന്നോട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായി. അതെന്റെ പഴയ ബ്രഷ്. വാഷ് ബേസിൻ തുടച്ചപ്പോഴേ അകത്തൊന്നും ക്ലീൻ ആവാത്തോണ്ട് ഞാൻ അത് ഇട്ടിട്ടാ കഴുകിയത്. അച്ചായി വാഷ് ബേസിൻ കഴുകുവാണോ? എടാ ഇതാ ചായ. ഞാൻ പല്ല് തേച്ചിട്ടില്ല. പല്ല് തേക്കാതെ
വൃത്തിയാക്കാതെ ഒരാഹാര പദാർത്ഥവും ഞാൻ കഴിക്കില്ല, നമുക്കറിയില്ലേ. പല്ല് തേച്ചിട്ട് അമ്മേ, ഇവിടുന്നാണോ പ്രസ് ചെയ്യേണ്ടത്? ദേ ഇവിടുന്ന് വേണം പ്രസ് ചെയ്ത് പേസ്റ്റ് എടുക്കാൻ. എന്നാടാ ഈ പഴം കഴിച്ചത് ദഹനത്തിന് നല്ലതാ. ഞാൻ രാത്രി പല്ല് തേച്ചതിന് ശേഷം ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ടീത്ത് ഹെൽത്ത്. അണ്ടർസ്റ്റാൻഡ്? നേരത്തെ കഴിച്ച ബിസ്ക്കറ്റ് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. പല്ലുതേക്കാം. എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ പല്ല് തേക്കാം. ഇവിടെയാണോ? അവിടെ തന്നെ. പോട്ടെ സാധനം പോട്ടെ. മൊത്തത്തിൽ അങ്ങ് തേച്ചേക്കാം. എന്താ കഴിക്കാനുള്ളേ? ദോശയുണ്ട് മോളെ, പക്ഷെ കറിയൊന്നും ആയിട്ടില്ല കേട്ടാ. പഞ്ചസാര ഇട്ടിട്ട് തായോ? ഇനിയിപ്പോൾ ഇന്ന് പല്ല് തേക്കാം. മഞ്ഞ, ചുവപ്പ്, പച്ച, നീല, വയലറ്റ്, വെള്ള എല്ലാം ഉണ്ടല്ലോ. പച്ച കൊള്ളാലോ. യെസ്, ഇതെടുക്കാം. ഇതാകുമ്പോൾ ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട്. ഓക്കെ, ഫിക്സ്ഡ്. അയ്യേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പല്ല് തേക്കുന്നത്? നമ്മൾ എഴുന്നേറ്റപാടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നാ ടേസ്റ്റാന്നറിയോ ആഹാരത്തിന്? ഈ പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ടേസ്റ്റാ? ഇതെല്ലാം ദോശയോ? പോയി പല്ല് തേച്ചിട്ട് പാടി. പിന്നെ ഈ പല്ല് തേപ്പൊക്കെ എത്ര ഇല്ല പണിയാണോ? വെരി സിമ്പിൾ. ഇപ്പം ശരിയാക്കി തരാം. പല്ലൊക്കെ തേച്ച് ഇത് മതി കേട്ടാ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? അമ്മ എന്റെ ബ്രഷ് കാണുന്നില്ല. അതിനെന്നാ പുതിയ ബ്രഷ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ എടുത്തു തരാം. അത് ഞാൻ തേച്ച് എന്റെ ഷാർപ്നെസ് ഒക്കെ കളഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കി വെച്ചതാ. എനിക്ക് അതുകൊണ്ട് തന്നെ തേക്കണം. എന്നാലും അത് എവിടെ പോയി? ആരോ എടുത്തു എന്റെ ബ്രഷ്, ആരോ എടുത്തു. എനിക്കറിയാം. അയ്യേ, നിന്റെ ബ്രഷ് ഇവിടെ ആരും എടുക്കാൻ? വേഗം വന്ന് പല്ല് തേച്ചിട്ട് ദോശ കഴിക്കാൻ നോക്കാം. അമ്മ കിട്ടി, എനിക്ക് മനസ്സിലായി. ഞാനേ ഇന്നലെ ഹോസ്റ്റലിൽ വരുമ്പോഴേ എന്റെ ബ്രഷ് എടുത്തിട്ടില്ലായിരുന്നു. ഞാനേ അത് എടുത്തിട്ട് വരാം. എന്റെ ഹാൻഡ് ബാഗ് എന്തി? ഞാൻ വേഗം വരാട്ടാ. കണ്ട വെള്ള വര. സമർപ്പണം എല്ലാ ദിവസവും പല്ല് തേക്കുന്നവർക്കും പല്ല് തേക്കാത്തവർക്കും വേണ്ടി.